ജനിച്ചു വളർന്ന, പിച്ചവെച്ച് വളർന്ന, യുവത്വം മുഴുവൻ ചെലവഴിച്ച, സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ച തൻ്റെ പൊന്നു നാട്ടിൽ നിന്ന്, ജന്മനാട്ടിൽ നിന്ന് ആരുടെയൊക്കെയോ ശത്രുത കൊണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് താൻ വിചാരിക്കുന്നത്, താൻ വിശ്വസിക്കുന്നത് പരസ്യമായി ചെയ്യാനോ പറയാനോ സാധിക്കാത്തത് കൊണ്ട് റബ്ബിന്റെ കൽപ്പന പ്രകാരം ജന്മനാട്ടിൽ നിന്ന് അതും പേടിച്ച് അല്ലേ കൊല്ലാൻ വേണ്ടി കാത്തുനിന്ന മുഴുവൻ ഗോത്രനായകന്മാരുടെയും മുമ്പിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ കടന്നുപോയ ആ രാവ് നിങ്ങൾ ഓർക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ 8 വർഷത്തിന് ശേഷം സഫയിൽ വെച്ച് അതോർത്തു. വനസറ അബ്ദഹു, അവനവൻ്റെ അടിമയെ സഹായിച്ചു. അറിയണം, മൂന്നാമത്തേത് വഹസമൽ അഹ്സാബ വഹ്ദഹു, വഹസമൽ അഹ്സാബ വഹ്ദഹു, അവൻ ഒറ്റക്ക് എല്ലാ കക്ഷികളെയും, എല്ലാ സഖ്യകക്ഷികളെയും അവൻ അഥവാ അള്ളാഹു ഒറ്റക്ക് പരാജയപ്പെടുത്തി. അഹ്സാബ് അറിയില്ലേ? അഹ്സാബ് നജ്റാനിലെ ക്രിസ്ത്യാനികളും മദീനയിലെ ജൂതന്മാരും, മുസ്ലിങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മുനാഫിക്കുകളും മക്കയിലെ മുശ്രിക്കുകളും എല്ലാവരും ഇസ്ലാമിനെതിരായിരുന്നു. ഇന്നും അന്നും എന്നും അങ്ങനെയായിരിക്കും. മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷത്തിൻ്റെയും വിചാരം അവർ നമ്മുടെ ഇഷ്ടക്കാരാണ് എന്നാണ്. ഇഷ്ടക്കാരാണ് എന്നാണ്. അവർ നമ്മുടെ സ്നേഹിതന്മാരാണ്, തോഴന്മാരാണ് എന്നാണ്. അല്ല, അല്ല, ഒരിക്കലുമല്ല. സഖ്യകക്ഷികൾ എന്ന് പറയാവുന്ന ആദർശപരമായി ഇസ്ലാമിനോട് ശത്രുത കാണിക്കുന്ന മുഴുവൻ ആളുകളും ഇതിൽപ്പെടും. ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ അതോർത്തു. അവരെയൊക്കെ ഒറ്റക്ക് പരാജയപ്പെടുത്തി, അള്ളാഹു പരാജയപ്പെടുത്തി. അറിയണം, ഇതാണ് ഇസ്ലാമിലെ റമദാനിൻ്റെ ചരിത്രം. ഇസ്ലാമിലെ റമദാനിൻ്റെ ചരിത്രം ഇതാണ്. മുസ്ലിം മനസ്സിലാക്കണം, അവിടെ നിന്നങ്ങോട്ട് ഇസ്ലാമിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുകയാണ്. ശക്തിയുള്ള ജൈത്രയാത്ര. റമദാൻ വിജയത്തിൻ്റെ മാസമാണ്. മുസ്ലിം റമദാനിൽ നോമ്പനുഷ്ഠിച്ചാൽ അത്ഭുതങ്ങളുണ്ടാകും. അതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളും മുസ്ലിങ്ങളാവുകയും മുസ്ലിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ നമുക്ക് അത്ഭുതമുണ്ടാക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തെ റമദാനിൽ ജർമ്മനിയിലെ ഒരു മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചെയ്ത ഒരു പ്രസംഗം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞ വാചകം, എനിക്ക് 10,000 നോമ്പനുഷ്ഠിക്കുന്ന മുസ്ലിങ്ങളത്തെ ഒരു ലോകം മുഴുവൻ ഞാൻ കീഴടക്കി തരാം. 10,000 നോമ്പനുഷ്ഠിക്കുന്ന 10,000 മുസ്ലിങ്ങളെ കിട്ടിയാൽ ലോകം മുഴുവൻ കീഴടക്കാൻ സാധിക്കും. അതാണ് നോമ്പ്. ആരാ പറയുന്നത്? വളരെ ദൂരത്ത് നിന്ന് നോമ്പിനെ നോക്കിക്കണ്ടവർ. നമ്മളാരാ? നമ്മളെ കഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പശ്ചിമേഷ്യയിലെ മുസ്ലിങ്ങൾ നിന്ന് മൂത്രമൊഴിച്ചാൽ ഒഴുകിപ്പോകാൻ മാത്രമുള്ള ഫലസ്തീനിന് ചുറ്റുമുള്ള ഇസ്രായേൽ എന്ന പേരിൽ പടച്ചുണ്ടാക്കിയ ഇത്തിക്കണ്ണി പോലെയുള്ള ജൂതരാഷ്ട്രം. ഓർക്കുന്നില്ലേ നിങ്ങൾ? എത്ര കാലമായി നമ്മൾ പ്രാർത്ഥിക്കണം, എത്ര കാലമായി യുദ്ധം ചെയ്യണം, എത്ര കാലമായി സംഭരിക്കണം, എത്ര കാലമായി സഹായം എത്തിക്കണം. എന്താ പ്രശ്നം? അറിയണം നാം പ്രശ്നം. അറിയണം പ്രശ്നം എന്താണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? മൻ സാമ മൻ ഖാമ ഈമാനൻ വഹ്തിസാബൻ. ഈമാനൻ അടിവരയിട്ടോ, എൻലാർജ് ചെയ്തോ ആ ഭാഗം. ഈമാനൻ, വിശ്വാസം വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. മുസ്ലിം മനസ്സിലാക്കേണ്ടത് വിശ്വാസമുള്ള നോമ്പ്, വിശ്വാസത്തോടു കൂടിയുള്ള നോമ്പ്, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള നോമ്പ്, വിശ്വാസത്തോടു കൂടിയുള്ള ഖിയാമുൽ ലൈലുകൾ, നമസ്കാരങ്ങൾ, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രീതി ആഗ്രഹിച്ചുകൊണ്ടുള്ള ഖിയാമുൽ ലൈലുകൾ, അവക്ക് അത്ഭുതമുണ്ടാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ അതല്ലേ പഠിപ്പിച്ചത്? ഇന്ന നാശിഅത്തൽ ലൈൽ ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. ഇന്ന നാശിഅത്തൽ ലൈൽ, രാത്രിയിലെ നിന്റെ നൃത്തം അതേതാ? രാത്രിയിലെ നിസ്കാര. ഹിയ അശദ്ദു വത്അൻ, ഒരിക്കലും തുടങ്ങിവെച്ച സ്റ്റെപ്പിൽ നിന്ന് നീ ഒരിക്കലും പതറിപ്പോകാത്ത വിധം നിന്നെ പിടിച്ചു നിർത്താൻ, നിന്റെ സ്റ്റെപ്പുകൾക്ക് ശക്തി പകരാൻ ആ നമസ്കാരത്തിന് സാധിക്കും, ആ നോമ്പിന് സാധിക്കും. നമ്മുടെ കഥ വളരെ ദയനീയമാണ്, പ്രത്യേകിച്ച് പ്രവാസികളുടെ കഥ. നോമ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാനുള്ള മാസമാണ്. AC ഒക്കെ ഇട്ട് സുഖമായിട്ട്, കാരണം
ജോലി കുറച്ച് കുറവാണല്ലോ, എ സി ഒക്കെ ഇട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക അല്ലേ? കുറച്ചുകൂടി പരിഷ്കാരം ഇപ്പോൾ വന്നു. മുമ്പൊക്കെ 6 കൊല്ലം മുമ്പത്തെ കഥ, റമദാൻ വന്നാൽ ടി വി ഒക്കെ നമ്മളൊന്ന് ഓഫാക്കി ലൈൻമെന്നൊക്കെ ഒന്ന് എടുത്തു വെച്ചു. എന്തേ? വേണ്ട, റമദാനല്ലേ, കഴിയട്ടെ. മക്കളാരെങ്കിലും ടി വി ഓണാക്കാൻ ചെന്നാലേ റമദാൻ കഴിഞ്ഞിട്ട് മതി ടി വി. ഇന്ന് സ്പെഷ്യൽ ഓഫറാ, റമദാൻ സ്പെഷ്യൽ ഓഫർ. എന്തിന്? ടി വിക്ക്. എന്താ പ്രശ്നം? വാങ്ങിക്കൊണ്ടുപോകുക. എന്നിട്ട് പ്രത്യേകമായി എന്തേ? റമദാൻ പരിപാടികൾ. ഓ, എന്തൊരു സ്നേഹാന്ന്! ഇവിടെയുള്ള സകല ചാനലുകാർക്കും മുസ്ലിങ്ങളോട് വല്ലാത്ത ഇഷ്ടം. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഹുബ്ബ് കാരണം, ഇഷ്ടം കാരണം റമദാൻ പരിപാടികൾ. എൻ്റെ പൊന്നു സഹോദരന്മാരെ, അറിയണം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും എങ്ങനെ നശിപ്പിക്കാം എന്ന് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റമദാൻ പരിപാടികൾ. ഇത് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അച്ഛന്മാർ മാത്രം നടത്തുന്ന ചാനൽ അല്ലേ? അച്ഛന്മാർക്ക് ഇസ്ലാമിനോടും റമദാനിനോടും റസൂലുള്ളാഹിയോടുള്ള സ്നേഹത്തിൻ്റെ ശക്തി നമ്മൾ അറിഞ്ഞതല്ലേ? ഇപ്പോൾ ആണല്ലോ. അച്ഛന്മാർ മാത്രം നടത്തുന്ന ചാനലിൽ 3 മണിക്കൂറാണ് ഈ വർഷം റമദാൻ പ്രോഗ്രാം. അപ്പം ഞാൻ ചോദിച്ചു ചാനലിൻ്റെ ആളോട്, എന്തിനാ 3 മണിക്കൂർ? അത് വ്യത്യസ്തമായ സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് കിട്ടണ്ടേ? ഇന്ത്യയിലുള്ള സമയമല്ലല്ലോ ദുബായിലുള്ള സമയമല്ലല്ലോ ഖത്തറിലുള്ള സമയമല്ല സൗദിയിലുള്ള സമയമല്ല യൂറോപ്പിൽ. അതുകൊണ്ട് വ്യത്യസ്തമായ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് റമദാൻ പ്രോഗ്രാം കിട്ടണം. ആർക്കാ സ്നേഹം? അച്ഛൻ്റെ ചാനലിൽ. എന്നിട്ട് മുസ്ലിങ്ങളോ ഇരുന്ന് കാണുന്നതാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരച്ഛൻ്റെ ചാനൽ മാത്രമല്ല, എല്ലാവരുടെ ചാനലിൻ്റെയും കഥ ഇതാണ്. അച്ഛനായാലും അമ്മയായാലും പേര് മാപ്പിളയായാലും എന്തായിരുന്നാലും ശരി, നാം അറിയണം റമദാൻ പരിപാടി എന്ന് പറഞ്ഞ് എന്താ കാണിക്കണത്. ഞാൻ വിശദീകരിക്കണ്ടല്ലോ, പറയുന്നത് മോശമല്ലേ, എൻ്റെ നാവ് ചീത്തയാകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് സഹോദരന്മാരെ കരുതണം, നമ്മുടെ നോമ്പിനെ നാം നഷ്ടപ്പെടുത്തരുത്. അറബ് ലോകത്ത് പ്രസിദ്ധനായ ഒരു കവിയുണ്ടായിരുന്നു, ഷൗക്കിയെക്കുറിച്ച് അറബ് ലോകത്ത് ജീവിക്കുന്നവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. മഹാനായ കവിയാണ് ഷൗക്കി. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെക്കുറിച്ചൊരു കവിത എഴുതി. രസകരമാണ് ആ കവിത. ആ കവിതയുടെ അവസാനം ഷൗക്കി മഹാത്മാഗാന്ധിയോട് സ്നേഹമുള്ളത് കൊണ്ട് എഴുതിയതല്ല. പക്ഷേ ആഫ്രിക്കൻ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മഹാത്മാഗാന്ധി പോയത് ഈജിപ്ത് വഴിയായിരുന്നു. ഈജിപ്ത് വഴി പോകുമ്പോൾ ഷൗക്കി മഹാത്മാഗാന്ധിയെ കണ്ടു. ഷൗക്കിക്കൊരു അത്ഭുത ജീവിയായി തോന്നി. ആണല്ലോ, പോയ രൂപം നമുക്കറിയാലോ. ഷൗക്കിക്ക് ഇതൊരു അത്ഭുത ജീവിയായി തോന്നി. ഷൗക്കി മഹാത്മജിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പാടി രസകരമായ ഒരു കവിത. ആ കവിത അദ്ദേഹം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: صام هندي فروع دولة صام هندي فروع دولة فهل صار علما صوف 1,000 مليون مسلم. ഒരു ഇന്ത്യക്കാരൻ സാധു നോമ്പ് നോറ്റു. ഇന്ത്യക്കാരൻ സാധു ആരാ? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ നോമ്പെന്തായിരുന്നു? നിരാഹാരം അല്ലേ? എന്നിട്ടോ ഷൗക്കി പറഞ്ഞു, ഫറവ്വഅ ദൗലതൻ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ നിരാഹാരത്തിലൂടെ നോമ്പിലൂടെ ഗാന്ധി വിറപ്പിച്ചു. ഇനി ഷൗക്കി തിരിഞ്ഞത് മുസ്ലിങ്ങളോടാ. ഷൗക്കി ചോദിച്ചു, മില്യൺ കണക്കിന് മുസ്ലിങ്ങൾ നോമ്പനുഷ്ഠിച്ചു, ആർക്കെങ്കിലും വല്ല പേടിയുണ്ടായോ? ആരെങ്കിലും പേടിച്ചോ? ഇല്ല. പേടിക്കും നോമ്പായാൽ. അതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. നമ്മൾ മക്ക ഫത്ഹിൽ വന്നു നിൽക്കുന്നില്ലേ? ഇനി അങ്ങോട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെയുള്ള റമളാനിലെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. അത്ഭുതമാണ്, അത്ഭുതം. പക്ഷെ ഇന്ന് ചില കുട്ടികളുടെ വിചാരം പേടിപ്പിക്കാൻ നല്ലത് ബാൻഡടിക്കലും പി വിളിക്കലും ഒക്കെയാണ് എന്നാണ്. പാവം, വല്ലാത്ത കഷ്ടം, വല്ലാത്ത സങ്കടം തോന്നുന്നു സഹോദരന്മാരെ. അതുകൊണ്ട് ഈ നോമ്പ് നാം മനസ്സിലാക്കണം, അറിയണം.
ഈ നോമ്പ് യഥാർത്ഥത്തിൽ ഒരു പരിശീലനം തന്നെയാണ്, വല്ലാത്ത ഒരു പരിശീലനം. എന്തിനു വേണ്ടിയുള്ള പരിശീലനം? നമുക്കറിയാമല്ലോ എന്തിനു വേണ്ടിയുള്ള പരിശീലനമാണ്. എന്തിനെയാണ് പരിശീലിപ്പിക്കുന്നത്? മനുഷ്യനെയാണ് പരിശീലിപ്പിക്കുന്നത്. പരിശീലിപ്പിക്കാൻ ഏറ്റവും പ്രയാസമുള്ള സാധനം ഏതാ? മനുഷ്യനാണ്, അല്ലേ? ആണല്ലോ. കാടുകളിൽ പറന്ന് നടന്നുകൊണ്ടിരിക്കുന്ന തത്ത നമ്മളുടെ വീട്ടിലേക്കെത്തി നമ്മളൊരു കൂട്ടിലിട്ട് 4-5 ദിവസം തത്തയുടെ മുമ്പിൽ വെച്ച് നമ്മൾ ചില വർത്തമാനം പറഞ്ഞാൽ തത്ത അത് പറയും, അല്ലേ? തത്ത പറയുന്നത് പോലെ എന്ന് നമ്മൾ ഉപമ പോലും പറയാൻ തുടങ്ങി. എളുപ്പമാണ്, അല്ലേ? നായയെയും പട്ടിയെയും പുലിയെയും സിംഹത്തെയും അല്ല, ആജാനുബാഹുവായ ആനയെപ്പോലും പരിശീലിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ മനുഷ്യനെ പരിശീലിപ്പിക്കാൻ പ്രയാസമാണ്. ഇനി ഒരിക്കൽ പരിശീലിച്ചു എന്ന് വെക്കുക. നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ടല്ലോ, മനുഷ്യന്മാരെ ആത്മീയമായി നന്നാക്കിയെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത ചില പരിശീലന പദ്ധതികളുമായി വന്ന ചില സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അവർ പ്രത്യേകമായ ത്വരീഖത്തുകളും മാർഗങ്ങളും സൃഷ്ടിച്ചു. എന്തിനാ? നന്നാക്കാൻ, അല്ലേ? ഈ പരിശീലനത്തിൻ്റെ കഥ എന്തായിരുന്നു? ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ, ആ ഒരു പരിശീലനത്തിൻ്റെ ഷോക്ക് കഴിഞ്ഞാൽ തീർന്നു. സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ കഥ അതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച പരിശീലനത്തിൻ്റെ രീതി എല്ലാ കൊല്ലവുമാണ് റമദാൻ, അല്ലേ? നമസ്കാരം എല്ലാ ദിവസവുമാണ്. അതാലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പരിശീലനത്തിൻ്റെ രീതി അതാണ്. എല്ലാ ദിവസവും 5 നേരത്തെ നമസ്കാരം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നു, തഹ്തരിഖൂന فإذا صليتم الفجر غسلتها ثم تحترقون فإذا صليتم الظهر غسلتها ثم تحترقون فإذا صليتم العصر غسلتها ثم تحترقون فإذا صليتم المغرب غسلتها ثم تحترقون فإذا صليتم العشاء غسلتها ثم تنامون فلا يكتب عليكم شيء حتى تستيقظوا. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, തഹ്തരിഖൂന. നിങ്ങളിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനോടാ പറയുന്നത്. നമുക്കറിയാമല്ലോ, ചൂടാണല്ലോ പവറിൻ്റെ ആധാരം, അല്ലേ? നമ്മളെ വണ്ടിയൊക്കെ ഓടുന്നത് എങ്ങനെ? ഹീറ്റായിട്ടാണ്. ഹീറ്റിൽ നിന്നാണല്ലോ പവർ ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം നോക്കൂ, തഹ്തരിഖൂന. നിങ്ങളിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ഓടുകയാണല്ലോ. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. ധൃതിയിലാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ധൃതിയാണ് മനുഷ്യൻ്റെ നൈസർഗികമായ ഭാവം. തിരക്കാണല്ലോ എല്ലാവർക്കും, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ക്യൂവിൽ നിൽക്കാൻ നമുക്കൊന്നും കഴിയില്ല. ക്ഷമല്ല, തിരക്കാണ്, ഓടുകയാണ്. ഓടി ചൂടാവുകയാണ് മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇദാ സല്ലൈതുമുൽ ഫജ്റ ഗസൽതഹ. ഫജ്ർ നിസ്കരിച്ചാൽ ആ ചൂടൊക്കെ കഴുകിപ്പോയി. അപ്പോൾ നമസ്കാരം എന്തിനാ? ശാന്തമാക്കുകയാണ് മനുഷ്യനെ നമസ്കാരം. അതുകൊണ്ടാണ് വസ്തഈനു ബിസ്സബ്രി വസ്സലാ. ക്ഷമയോടൊപ്പം ആരെ പറഞ്ഞു? സ്വലാത്തിനെ പറഞ്ഞു. ക്ഷമ പോലെയാണെന്ത്? സ്വലാത്ത്. സ്വലാത്തിന് തന്നെ വലിയ ക്ഷമ വേണം. ക്ഷമയില്ലാത്തവൻ്റെ സ്വലാത്ത് നമുക്കറിയാമല്ലോ. ഫവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ആരാണ് സാഹൂൻ? ക്ഷമയില്ലാത്തവൻ. ക്ഷമല്ല. നിസ്കാരത്തിൽ ഒരു 5 മിനിറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്ന് മനസ്സിനെ കേന്ദ്രീകരിച്ച് ഒരു അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു കോൺസെൻട്രേഷന് സമയമല്ല. ആലോചിച്ച് നോക്കി, സമയമില്ല. എന്നാലോ യോഗക്ക് പോകാൻ മൂപ്പര് റെഡിയാണ്. എത്ര? 2 മണിക്കൂർ. 2 മണിക്കൂർ യോഗയിൽ പോയിരുന്നാലോ മാഷാ അല്ലാ, എന്തൊരു കോൺസെൻട്രേഷൻ അറിയും. എന്നിട്ട് ഈ പച്ച മാപ്പിള പറയും,
യോഗക്ക് പോയാൽ എനിക്ക് നല്ല കോൺസെൻട്രേഷനാണ്. നിസ്കരിക്കാൻ നിന്നാൽ എനിക്ക് തീരെ കോൺസെൻട്രേഷൻ കിട്ടും.